അസ്സലാമലൈക്കും. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കണം. ഞാൻ ഇത്തിരി നേരം കിടന്ന് ഇപ്പോൾ ഇത്തിരി ചായയൊക്കെ ഉച്ചഭക്ഷണത്തിന് എണിച്ചതാണ്. ഉച്ചക്ക് കുറച്ച് ചായയൊക്കെ വെച്ചിങ്ങായിട്ട് അതും കുടിച്ചൊരു കഷ്ണം പഴമുണ്ട്. അപ്പം ചായ വലിയ കട്ടിയായ ഭക്ഷണങ്ങളൊന്നും അങ്ങോട്ട് കുറയ്ക്കുന്ന ഇറങ്ങാത്ത കാരണം കഴിക്കാറില്ല. ഉച്ചക്കാലത്തെ ഭക്ഷണം പഴവും ചായയാണ് ഇപ്പം ഇന്നത്തെ. ചായനോട് വലിയ താല്പര്യമാണ് എനിക്ക്. അപ്പം എപ്പോഴും ചായ കുടിച്ചുകൊണ്ടിരിക്കണം. എനിക്കിഷ്ടമാണ് ചായ. ഇത്തിരി ചായ എടുത്ത് കുടിച്ച് ഒരു കഷ്ണം പഴം എടുത്ത് കഴിച്ച്. ഇതൊരു കൂട്ടർ തന്നതാണ്. 2-3 പഴം ചേച്ചി തന്നതാണ്. അപ്പം അതിൽ നിന്നൊരു പകുതി എടുത്തിട്ട് കുറേ നേരം ഇരിക്കണം. കുരയ്ക്കുന്ന ഇറങ്ങണി കുരക്കയിൽ അസുഖങ്ങളുള്ള കാരണം കൊണ്ട് അധികം പെട്ടെന്ന് അങ്ങോട്ട് ഭക്ഷണങ്ങളൊന്നും ഇറങ്ങൂല. അങ്ങനെ ഇരുന്നതാണ്. ഇതൊക്കെ കഴിച്ചിട്ട് കുടിച്ച് പടച്ചവനോട് തേടി ദുആ ചെയ്തിരിക്കുകയാണ്. റംസാനൊക്കെ ഇനി 2 മാസം കൂടി ഉള്ളൂ. അപ്പോൾ ഈ റംസാന് ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഇവിടുന്ന് വീട് ഒഴിയണം. അപ്പോൾ എവിടേക്ക് പോകും പടച്ചവനെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 മാസം തന്നെ കിട്ടിയത് ഓണർമാരോട് കരഞ്ഞ് നിലവിളിച്ചൊക്കെ ചെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ 2 മാസം. പെരുന്നാളൊക്കെ ആകുമ്പോൾ ഇനി വല്ല റോട്ടും മണ്ടയിലൊക്കെ ചെന്ന് കെടുക്കണോ? അല്ല, റോട്ടും മണ്ടയിലൊന്നും ചെന്ന് കെടുക്കാണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു തല ചായ്ക്കാനൊരിട അല്ലാഹു തായോട്ടാ എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹ് നമ്മളോട് പറയുന്നു, നിങ്ങൾ 10-18 കൊല്ലം ഒരുപാട് അലച്ചിലഞ്ഞതല്ലേ. 10 കഷ്ടപ്പെട്ട് വീടും കുടുംബം ഇല്ലാണ്ടൊക്കെ ജീവിച്ചവരല്ലേ. അപ്പം നിങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്ക്. ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് വീടില്ല, കുടുംബമില്ല, സ്ഥലമില്ല, കുട്ടികളെ നോക്കാൻ നിവർത്തില്ല എന്ന് പറയുന്നവരെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പുതിയ കേസുകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. പഴയ ഇതുകൾ നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യ് എന്നാണ് പറയുന്നത്. വെയിറ്റ് ചെയ്ത് 10-18 കൊല്ലത്തോളം വീട് തോറും വാടകയ്ക്ക് മാറി താമസിച്ചു. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാൻ ഇനി എവിടെയില്ല. ഇനി വെയിറ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയ റോഡ് മണ്ടയിൽ എടുക്കാനുള്ള വെയിറ്റ് അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ 2-3 ദിവസമായിട്ട് വെള്ളമില്ല. ഇന്നൊക്കെ 3-4 ദിവസമായി വെള്ളമില്ല. ഇവിടെ അങ്ങനെയാണ്. വെള്ളം വരൽ ഒരാഴ്ചയിൽ 2 പ്രാവശ്യം, ഒരാഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ വെള്ളം വരുള്ളൂ. ഒന്നാമത്തത് ഈ കാടും പേട്ടലും പിടിച്ച പറമ്പ് വേണമല്ലോ. പിന്നെ നമ്മളെ കൊണ്ട് വലിയ വാടക ഒന്നും കൊടുത്തുങ്ങായിട്ട് ഇരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് അപ്പോൾ തല ചായ്ക്കാൻ ഒരെണ്ണം കിട്ടിയപ്പോൾ അങ്ങനെ കയറിയും കൂടിയതാണ്. അല്ലാണ്ട് വലിയ ഏതുമലക്ക് കയറാനോ ഇതിൻ്റെ തന്നെ വാടക കൊടുക്കാൻ പറ്റാണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴിയാനൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കെട്ടിയോനുണ്ടാക്കിയ ഒരു കല്യാണം കഴിക്കണം, അള്ളാനോട് പറയുന്നൊരു കല്യാണം കഴിക്കണം. എനിക്ക് ഇത്രയും പെട്ടെന്നൊരു ചെക്കൻ ഉണ്ടാക്കി തരാൻ പറയുന്നെങ്കിൽ അള്ളത് വേഗം ഫേമസായി അത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കി പെട്ടെന്നായേനെ. പക്ഷേ അതല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഈ കണ്ട കാലവും ഈ കുട്ടികളെ നോക്കി നമ്മൾ കഷ്ടപ്പെട്ടു അയ്യാറായും ജീവിച്ച് ഓരോരോ വീടുകൾ തോറും കയറി ഇറങ്ങിയൊക്കെ ജീവിച്ച് നമുക്ക് എന്ന് തല ചായ്ക്കാൻ എന്തെങ്കിലും ഒരു തുണ്ട് മണ്ണ് താവർച്ചോനെന്ന് അള്ളാനോട് നമ്മൾ പറയുന്നത്. അള്ളാനോടും പറയുന്നുണ്ട്, കേരളത്തിലുള്ള നല്ലവരായ ജനങ്ങളോടും പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറയുന്നു, ഞങ്ങൾ പുതിയ ആൾക്കാരെ പരിഗണിക്കട്ടെ, പഴയ ആൾക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? എന്നാലും നമ്മൾ അള്ളാഹ് പറയുന്നത് കേട്ട് ഇങ്ങനെ നിൽക്കുക തന്നെ. പിന്നെ നമ്മളെല്ലാ നാട്ടുകാരും നമ്മളൊക്കെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഒക്കെ കാണുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. റമദാൻ മാസം പെരുന്നാളൊക്കെ ആയാൽ ഞങ്ങൾ റോട്ടും മണ്ടയിലൊക്കെ പോയി കിടക്കേണ്ട വരും. അള്ളാഹു അത് എത്തിക്കാണ്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു ഇടം ഒന്ന് കയറി കിടക്കാൻ കിട്ടട്ടെ കുറച്ചോനെ. അപ്പോൾ നല്ലവരായ നിങ്ങളൊക്കെ അതിൽ സഹായിക്കുക.
ഞാൻ നമ്പറും അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ ഇതിലൊക്കെ പറഞ്ഞ് ആദ്യമേ കൊടുത്തിട്ടുണ്ട് പറ്റാവുന്നവർ സഹായിക്കുക.